അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഒന്നും വന്നിട്ടുള്ളത് നമ്മള് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് തല കുളിക്കണം എങ്ങനെയെന്നുള്ളത് കാണിക്കാൻ പോകണം. നമ്മള് പുറത്തുനിന്ന് വാങ്ങിക്കാതെ നമ്മള് നാട്ടിൽ കിട്ടുന്ന ഇലയും പച്ചിലയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെ തല കുളിക്കാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്, ആഴ്ചയിലൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ നോക്കിയാലോ? അപ്പം ഞാൻ ആദ്യം ഇതുപോലത്തെ നല്ല എന്താ പറയുക ഇടയുള്ള ചീർപ്പ് കോമ്പ് എടുത്തിട്ട് നമ്മൾ ആദ്യം മുടിയത്തെ കെട്ടൊക്കെ നന്നായിട്ട് അറുത്ത് അപ്പോൾ ഇതാണ് ഓയിൽ. ഇത് ഞാൻ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയൊരു ഓയിലാണ്. പിന്നെ ഞാൻ ഫേസിൽ ലേശം ഓയിൽ സ്പ്രെഡ് ചെയ്യും. സ്കിന്ന് ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഞാൻ ലേശം ഇങ്ങനത്തെ സമയങ്ങളൊക്കെ ഞാൻ ലേശം ഓയിൽ തേക്കാറുണ്ട്. ഇതൊക്കെ ഒന്ന് തലയിൽ പിടിക്കണ വരെ നമുക്ക് പിടിക്കാം. നമുക്ക് രണ്ട് സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വേറെ ഗസ്റ്റ് ഉണ്ട്, രണ്ടാമത്തെ ഗസ്റ്റ്. എല്ലാവരും കുടിച്ചു, പക്ഷെ ഞാൻ മാത്രം കുടിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ചെമ്പരത്തിയുടെ ഇല ഞാൻ അരച്ച് വെച്ചതാണ്. ഞാൻ അങ്ങനെ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ അരച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെക്കലാണ്. നമ്മളൊരു കപ്പെടുത്തിട്ട് കുറച്ചിടാം. അത് വെള്ളം കൂട്ടാതെ ലേശം വെള്ളമാക്കി ബാക്കി കൂട്ടാതെ പേസ്റ്റ് ആക്കാതെ അരച്ച് വയ്ക്കും. അല്ല, പേസ്റ്റായിട്ട് അരച്ച് എന്തൊക്കെയല്ലേ പറയും. അല്ല, വെള്ളത്തിൽ അരച്ച് വയ്ക്കില്ല, ഒരുപാട് വെള്ളമാക്കില്ല. നമ്മൾ തലയ്ക്ക് വേണ്ട ശരിക്കും പറഞ്ഞാൽ കുറച്ചെടുത്താൽ മതി. അത് എത്ര എടുത്തിട്ടുള്ളൂ, കുറച്ചെടുത്താൽ മതി. നമ്മൾ ബാക്കി ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഇവിടെ ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് നോയ്സ് പറഞ്ഞു കേട്ടോ. നമ്മളിതിൽ ലേശം വെള്ളം ഒഴിച്ച് നമ്മൾ തേക്കുമ്പോൾ തലയുടെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കാൻ ശ്രമിക്കുക. മുടിയുടെ അറ്റത്തും മുടിയുടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ തേക്കുന്നത് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യമാണ്. തലയിൽ പിടിക്കണ വരെ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. അതുവരെ നമുക്ക് അടിച്ചൊരു തുറക്കാനായിട്ട് കുറച്ചിട്ട് വരാം. ഇതൊക്കെ എൻ്റെ അമ്മയുടെ ഓരോന്ന് ഇവിടെ കുഞ്ഞു പൂ ഒളിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് തലയിൽ നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ടാകും. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയാം. എന്തെങ്കിലും വെള്ളം ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടൊക്കെ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴുകണം. നല്ല രീതിയിൽ അങ്ങനെ കഴുകി കളയാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഉണക്കുക. എന്നിട്ട് മുടി നന്നായിട്ട് എന്ത് ചെയ്യുക, ഉണക്കുക. എന്നിട്ട് നമ്മൾ വലിയ നീളമുള്ള ചീർപ്പ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, മുടി നന്നായിട്ട് കെട്ടെടുത്തിട്ട് അതിലുണ്ടാകുന്ന ആ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എങ്ങനെയായാലും. അപ്പോൾ ആ ഇലയൊക്കെ നമ്മൾ ഒഴിവാക്കി കളയാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങളുടെ സജഷൻസൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.